ദേശീയപാത വികസനം തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിൽ 3 പഞ്ചായത്തുകളിൽ UDF പ്രഖ്യാപിച്ച ഹർത്താൽ ഇപ്പോൾ തുടരുകയാണ്. പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടയുന്നു എന്നാണ് അവിടെ നിന്നുള്ള പുതിയ വിവരം. ശയനപ്രദക്ഷിണമടക്കം ഉള്ള പ്രതിഷേധ പരിപാടികളാണ് കോൺഗ്രസ് പ്രവർത്തകർ ആലോചിക്കുന്നത്. വാഹനങ്ങൾ തടഞ്ഞുള്ള പ്രതിഷേധം കൂടി നടക്കുന്നു. ദേശീയപാത വികസനം തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിലുള്ള ഒരു പ്രതിഷേധമാണ് ഇത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ജെയിൻ, എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിനിടയാക്കിയത്? കോടതി വിധിയിൽ പ്രതിഷേധത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജെയിൻ കേൾക്കാമോ? ദിവിഷ, കഴിഞ്ഞ ദിവസം അറിയാം, നമുക്ക് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള 14 കിലോമീറ്റർ, ആ 14 കിലോമീറ്ററിലെ നിർമ്മാണം ഹൈക്കോടതിയുടെ ഉത്തരവ് മൂലം തടസ്സപ്പെടുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് LDFും അതോടൊപ്പം തന്നെ UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. UDF 3 പഞ്ചായത്തുകളിൽ പള്ളിവാസൽ, അതോടൊപ്പം തന്നെ അടിമാലി, വെള്ളത്തൂവൽ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. LDF അടിമാലി പഞ്ചായത്തിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഹർത്താലിൻ്റെ ഭാഗമായി ദേശീയപാത വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. പലയിടങ്ങളിലും സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടു. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ തടഞ്ഞു. അതിനുശേഷം ഏതാണ്ട് ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഇവിടെ നിന്ന് വാഹനങ്ങൾ വിടുന്നത്. പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് UDFിൻ്റെ ആരോപണം, ഇത്തരത്തിലൊരു കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായത് വനം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി നൽകിയ ഒരു സത്യവാങ്മൂലമാണ്. അത് വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗം അത് മലയാറ്റൂർ റിസർവിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. LDF ആരോപിക്കുന്നത് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ ഇടപെടലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് LDF ആരോപിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ 2 മുന്നണികളും ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും സമരവും നടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വാളറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വാളറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശയനപ്രദക്ഷിണ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ സമരം ആരംഭിക്കുന്നു. എന്തായാലും വലിയൊരു പ്രതിസന്ധിയാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ദേശീയപാതയുടെ ഒരു വശത്തെ മരങ്ങൾ മുറിച്ചു നിൽക്കുകയും അവിടെ നിന്ന് മണ്ണിടിച്ച് നീക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന ജോലികൾ പൂർത്തിയായിട്ടില്ല. സ്വാഭാവികമായി മഴ പെയ്താൽ ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്ന ഭാഗം അത് വീണ്ടും ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് 684 മരങ്ങളാണ് അപകടാവസ്ഥയിലുണ്ട്.